ലോകകപ്പ് ഫുട്ബോൾ ലഹരിയിൽ ജാതിമത പ്രായഭേദമന്യേ ഒന്നടങ്കം ആവേശത്തിലാണ് കൂറ്റനാട് പെരിങ്ങോട് പ്രദേശത്തെ തൊഴുക്കാട് ഗ്രാമം. പ്രമുഖ ടീമുകളുടെ ഭീമൻ ഫ്ലക്സുകളും കൊടിതോരണങ്ങളുമായി ഗ്രാമീണ വീഥികളെല്ലാം ഇപ്പോൾ ഫുട്ബോൾ പൂരപ്പറമ്പായി മാറിക്കഴിഞ്ഞു. തൊഴുക്കാട് ഗ്രാമത്തിൽ ഇപ്പോൾ എങ്ങോട്ടു തിരിഞ്ഞാലും ഫുട്ബോൾ മാത്രമാണ്. ഗ്രാമവീഥികളെല്ലാം ഇഷ്ട ടീമുകളുടെ കൊടിതോരണങ്ങളാൽ അലങ്കരിച്ചിരിക്കുകയാണ്. റോഡരികുകളിൽ ഉയർന്നിരിക്കുന്ന ഭീമൻ ഫ്ലക്സുകൾ ഏതൊരു ഫുട്ബോൾ ആരാധകനിലും ആവേശം ഇരട്ടിയാക്കും. ആരാധകരുടെ മത്സരവീര്യം ഫ്ലക്സുകളുടെ നീളത്തിലും കാണാം. 115 അടി നീളമുള്ള പോർച്ചുഗലിന്റെ ഭീമൻ ഫ്ലക്സാണ് പ്രദേശത്തെ പ്രധാന ആകർഷണം. ഇതിന് തൊട്ടു പിന്നാലെ 80 അടി നീളവുമായി അർജന്റീനയും 40 അടി നീളവും അതിനൊത്ത വീതിയുമുള്ള ബ്രസീലിന്റെ ഫ്ലക്സും റോഡരികുകളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. പണ്ടുകാലം മുതലേ ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കായിക വിനോദങ്ങളിൽ ഏറെ സജീവമാണ് തൊഴുക്കാട് ഗ്രാമം. കായിക സംസ്കാരം നെഞ്ചിലേറ്റിയ ഈ മണ്ണിൽ തൊഴുക്കാട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് ലീഗ്, ഫുട്ബോൾ ലീഗ്, ഷട്ടിൽ ആൻഡ് വോളിബോൾ ടൂർണമെന്റുകൾ എന്നിവ വർഷം തോറും വൻ ജനപങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കാറുണ്ട്. 1958 മുതൽ ബ്രസീൽ കപ്പെടുക്കാൻ തുടങ്ങിയതാണ്. 1958, 62, 70, 94, 2002, 2026 തൂക്കും. ലോകകപ്പ് ആരംഭിച്ചതോടെ നാട്ടിൽ വിപുലമായി പൊതുപ്രദർശനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തൊഴുക്കാട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ബിഗ് സ്ക്രീനിൽ കളി കാണാൻ ഭൂരിഭാഗം നാട്ടുകാരും ഇവിടെ ഒത്തുകൂടുന്നു. കളി അടിപൊളിയാണ്. അർജന്റീനയുടെ കളി, മെസ്സി ഹാട്രിക് അടിച്ച് 2026 ഞങ്ങൾ തന്നെ. സ്റ്റേഡിയത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ആവേശമാണ് ഓരോ മത്സര സമയത്തും ഇവിടെ അലയടിക്കുന്നത്. ഫുട്ബോൾ ചർച്ചകളിൽ കുട്ടികൾക്കും യുവാക്കൾക്കുമൊപ്പം മുതിർന്നവർ വരെ സജീവമായി പങ്കുചേരുന്നു എന്നത് നാടിന്റെ ഫുട്ബോൾ പ്രേമം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് വിളിച്ചോതുന്നു. 1974 പോലെ നമ്മൾ ബ്രസീലിന്റെ ആളാണ്, ബ്രസീലിന്റെ കളി കാണുന്ന ആളാണ്. ഇപ്പോൾ അത് തന്നെയാണ്. കളിക്കളത്തിൽ ടീമുകൾ മാറ്റുരയ്ക്കുമ്പോൾ ഇവിടെ തൊഴുക്കാട് ഗ്രാമത്തിൽ സൗഹൃദത്തിന്റെയും ഒത്തൊരുമയുടെയും വലിയൊരു ഫുട്ബോൾ ലഹരിയാണ് ജനങ്ങൾ തീർക്കുന്നത്. സെറ്റാണ് ടീം.